വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായിട്ട് മനസ്സിലാക്കുക, ഈ അനാലിസിസ് ചെയ്യുന്നത് വോളിയം പ്രൊഫൈലിൻ്റെ ബേസിസിലാണ്. നമുക്ക് നിഫ്റ്റിയുടെ വോളിയം അവൈലബിൾ ആയിട്ടുള്ളത് നിഫ്റ്റിയുടെ ഫ്യൂച്ചർ ചാർട്ടിലാണ്. അപ്പോൾ നമ്മൾ അനാലിസിസ് ചെയ്യുന്നതെല്ലാം നിഫ്റ്റിയുടെ ഫ്യൂച്ചർ ചാർട്ടിലാണ്, സ്പോട്ട് ചാർട്ടിലല്ല. ഫ്യൂച്ചർ ചാർട്ടും നിഫ്റ്റിയുടെ സ്പോട്ട് ചാർട്ടും ഈ രണ്ടും ഒരുപോലെ വരുന്നത് മന്ത്ലി എക്സ്പയറിയുടെ സമയത്താണ്. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ 18 ജനുവരി നിഫ്റ്റി ഫ്യൂച്ചർ ക്ലോസ് ചെയ്തത് 25,750 ഇനി നമ്മൾ ഇൻഡെക്സ് ചാർട്ടിലോട്ട് വരുമ്പോഴത്തേക്കും 18 ക്ലോസിംഗ് വന്നത് 25,699 അതായത് ഒരു 50 പോയിൻറ്റ് വ്യത്യാസമുണ്ട്. എല്ലാവർക്കും 9 ഫെബ്രുവരി നിഫ്റ്റി പ്രീ മാർക്കറ്റ് അനാലിസിസ് വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് 6 തീയതിയിലെ പ്രൊഫൈലിനെ പറ്റി ആദ്യം ഡിസ്കസ് ചെയ്യാം. ഇതിൻ്റെ വാല്യൂ ഏരിയ വരുന്നത് ഇതിൻ്റെ ടോപ്പ് മോസ്റ്റ് പാർട്ടിലാണ്. സോ അതുകൊണ്ട് തന്നെ ഇതൊരു ക്യാപിറ്റൽ ലെറ്റർ പി ഷേപ്ഡ് വോളിയം പ്രൊഫൈലായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇത് ഒരു ഹയർ ട്രെൻഡിനെ സൂചിപ്പിക്കുന്നു. ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ഇപ്പം നിലവിലുള്ള ട്രേഡ് ഡീൽസിൻ്റെ പോസിറ്റീവ് ടാക്സ്, അപ്പം ഇതെല്ലാം ഇതിനെ സ്വാധീനിച്ചിട്ടുണ്ട്. അതായത് വെള്ളിയാഴ്ച സംഭവിച്ചത് സെക്കൻഡ് ഹാഫിൽ ഒരു ബുൾ റൺ ആയിരുന്നു, ഒരു ഫുൾ റിക്കവറി ആയിരുന്നു. അപ്പോൾ ആ റിക്കവറി സംഭവിച്ചുകൊണ്ട് തന്നെ മാർക്കറ്റിൻ്റെ ക്ലോസിംഗ് വന്നത് ഇതിൻ്റെ ഹൈ വോളിയം നോഡിലാണ്. VPOCയും അവിടെ തന്നെയാണ് ഉള്ളത്. സോ ഇത് ഓവറോൾ മാർക്കറ്റ് ഒരു പോസിറ്റീവ് സൈനാണ്. ഇനി നമുക്ക് ഈ ദിവസത്തെ കീ ഏരിയസ് മാർക്ക് ചെയ്യാം. മൺഡേ കാണിക്കുന്നത് ഒരു ഹ്യൂജ് ക്യാപ്പപ്പാണ്. അപ്പോൾ അത് കാരണം ഈ ലൈൻസ് ആവശ്യം വരില്ല, പക്ഷേ ഇതൊരു ഫ്യൂച്ചർ യൂസിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് വരച്ചെന്നേ ഉള്ളൂ. നമുക്കിനി മാർക്കറ്റ് എങ്ങാനും ഈ ലെവലിലോട്ട് റീടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടുത്തെ ട്രേഡ്സ് ഡിസ്കസ് ചെയ്യാം. ഇപ്പം ഒരു ഹ്യൂജ് ഗ്യാപ്പപ്പ് വന്ന കാരണം നമ്മൾ ഈ ലൈൻസിനെ പറ്റി കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നതിൽ വലിയ പ്രസക്തിയില്ല. ഫെബ്രുവരി 6 നിഫ്റ്റി ഫ്യൂച്ചർ ക്ലോസ് ചെയ്തത് 25,730 എന്ന് പറയുന്ന റേഞ്ചിലാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത്, അതായത് ഞായറാഴ്ചയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്, ഈ സമയത്ത് ഒരു ഗ്യാപ്പപ്പ് 170 പോയിൻ്റ് ഗ്യാപ്പപ്പാണ് കാണിക്കുന്നത്. അപ്പം നമ്മൾ ഈ ക്ലോസിങ്ങിൻ്റെ കൂടെ 170 കൂട്ടി കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് നമുക്ക് കിട്ടുന്നത് 25,900, അതായത് 26,000 റേഞ്ച്. അപ്പോൾ നമുക്ക് ആ റേഞ്ചിലോട്ട് പോയിട്ട് അവിടെയുള്ള ലെവൽസും കൂടെ ഡിസ്കസ് ചെയ്യാം. പിന്നെ അവിടെ വരുന്ന ട്രേഡ്സും കൂടെ നമുക്കൊന്ന് നോക്കാം. ഇതൊരു ഇൻട്രസ്റ്റിംഗ് റേഞ്ചാണ്. നമുക്ക് ഓർമ്മയുണ്ടാകും ഫെബ്രുവരി 3 ഈ ട്രേഡ് ഡീൽസിൻ്റെ ആദ്യത്തെ ട്വീറ്റ് വന്ന ദിവസം മാർക്കറ്റ് ഒരു ഹ്യൂജ് ഗ്യാപ്പപ്പിൽ ഓപ്പൺ ചെയ്ത് ഓൾമോസ്റ്റ് ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ സോൾഡ് ഔട്ട് ആവുമായിരുന്നു. അപ്പം ഫെബ്രുവരി 3 പ്രൊഫൈല് ക്രിയേറ്റ് ചെയ്ത ഒരുപാട് വോളിയം ഇംബാലൻസസ് ഉണ്ട്. അതായത് ഒരു സെൽ സൈഡ് ലിക്വിഡിറ്റി ലെവൽസ് ഉണ്ട്. അപ്പോൾ ഈ ലെവൽസ് എല്ലാം വരുന്ന ഒരു ദിവസമാണ് നമ്മളിനി മൺഡേ കാണാൻ പോകുന്നതെന്ന് തോന്നുന്നു. എങ്ങാനും ഈ ഗ്യാപ്പ് അപ്പ് സസ്റ്റെയിൻ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഈ ലെവൽസ് എല്ലാം നമുക്ക് ഒരു ഷോർട്ടിങ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് തരുന്നത്. കാര്യം അവിടെയെല്ലാം സെൽ സൈഡ് ലിക്വിഡിറ്റി കുറേ ഉണ്ട് ഓർഡർ ഫ്ലോ വെച്ച് നോക്കുമ്പോഴത്തേക്കും. അപ്പോൾ നമുക്ക് ഈ ലെവൽസിൽ എവിടെയെങ്കിലും ഒരു ഷോർട്ട് ട്രേഡ് നോക്കാനായിരിക്കും ഞാൻ ആദ്യം ശ്രമിക്കുന്നത്. മാർക്കറ്റ് ഒരു സ്ട്രോങ് ബുൾ ട്രെൻഡാണ് കണ്ടിന്യൂ ചെയ്യുന്നതെങ്കിൽ ഞാനൊരു ഫസ്റ്റ് SL കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആ പരിപാടി നിർത്തും. പിന്നെ മാർക്കറ്റ് എന്താണ് പറയുന്നത് അതനുസരിച്ചിട്ട് പോകാനാണ് എൻ്റെ പ്ലാൻ. നമുക്കിനി ലെവൽസിലോട്ട് വരാം. എൻ്റെ പ്ലാൻ എന്ന് പറയുന്നത് ഭയങ്കര സിമ്പിളാണ്. അതായത് സെൽ സൈഡ് ഡോമിനൻസ് ഏരിയ വല്ലതും ഉണ്ടെങ്കിൽ ആ ഏരിയയിൽ വന്ന് മാർക്കറ്റ് ടാപ്പ് ചെയ്യുമ്പോഴത്തേക്കും ഞാനൊരു ഷോർട്ട് ട്രേഡാണ് നോക്കുന്നത്. അപ്പോൾ അതിൻ്റെ തൊട്ട് മുന്നത്തെ ലെവലോ അല്ലെങ്കിൽ VPOCയോ വല്ലതും ഉണ്ടെങ്കിൽ അവിടെ ഞാൻ എൻ്റെ SL വെക്കും. പിന്നെ അതല്ല, അത് SL വന്ന് ഹിറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു ബുൾ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യും എന്നാണ് എൻ്റെ അർത്ഥം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മാർക്കറ്റിൻ്റെ ട്രെൻഡ് അനുസരിച്ചിട്ട് ട്രേഡ് എടുക്കാനാണ് പ്ലാൻ. അപ്പം ഒരു ഇൻട്രസ്റ്റിംഗ് ഡേ ആണ് മൺഡേ. അപ്പം നമുക്ക് കൂടുതൽ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാനുണ്ടാവും. അപ്പോൾ നിങ്ങൾ ടെലഗ്രാം ഗ്രൂപ്പും കൂടെ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കുക. അപ്പം ഞാൻ എന്തെങ്കിലും ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ ഞാൻ ലൈവായിട്ട് അപ്ഡേറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് ഇന്നൊരു ഹ്യൂജ് ഗ്യാപ്പ് വന്ന കാരണം ഈ ഓപ്പൺ ഇൻട്രസ്റ്റും ഗാമ പ്രൊഫൈലും ഒന്നും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിൽ വലിയ അർത്ഥമില്ല. കാര്യം പൊസിഷൻസൊക്കെ രണ്ടാമത് ബിൽഡ് ചെയ്യേണ്ടി വരും. നമുക്ക് ആദ്യം മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോഴേ നമുക്ക് അറിയുള്ളൂ ഒരു ഷോർട്ട് കവറിങ് ആണോ ഉണ്ടാകുന്നത് അതോ ആദ്യം തന്നെ പ്രോഫിറ്റ് ബുക്കിംഗ് ആണോ ഉണ്ടാകുന്നതെന്ന്. അപ്പം നമുക്കതെല്ലാം നോക്കിയിട്ട് നമുക്ക് മൺഡേ ലൈവായിട്ട് നമുക്ക് അപ്ഡേറ്റ്സ് എല്ലാം നമ്മൾ ഗ്രൂപ്പിൽ തരാം. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് മൺഡേ ട്രേഡ്സിനെ പറ്റി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇതുവരെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.